വിശക്കാതെ ഭക്ഷണം കഴിക്കുന്ന സ്വഭാവമുള്ളവർ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. എങ്ങനെയാണ് തിന്നേണ്ടത്, എപ്പോഴാണ് തിന്നേണ്ടത്, എന്താണ് തിന്നേണ്ടത്? 4 പ്രധാന കാര്യങ്ങൾ അവിടെ വരുന്നു. തിന്നുക എന്ന് മാത്രം അർത്ഥം വെച്ച് പോകാൻ ഒക്കില്ല. എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത്? ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ്. എന്നാൽ ഏറ്റവും നല്ല സമയം ഏതാണ്? രാവിലെയാണ്. രാവിലത്തെ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല. രാവിലെ കഴിക്കാൻ നല്ല ഭക്ഷണം ഏതാണ്? പഴങ്ങളാണ്. കാലി വയറിൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. ഇൽമിന്റെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ തീരെ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണം പഴങ്ങളാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പോൾ പഴഭക്ഷണത്തോടൊപ്പമാണ് വന്നത് എന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ പള്ളിയിലെ ഇമാമിന്റെ റൂമിലും എപ്പോഴും പഴം വേണം. ആരെങ്കിലും വരുമ്പോ ഹദിയ കൊടുക്കാനല്ല. അത്തിപ്പറ്റ ഉസ്താദ് രാവിലെ കഴിക്കുന്ന പഴം നേന്ത്രപ്പഴോ ഈത്തപ്പഴോ. ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് ഞാൻ പലപ്പോഴും ആ മഹാനുഭാവന്റെ കൂടെ പോയി താമസിച്ചിട്ടുണ്ട്. വീട്ടിലും അല്ലാതെ ഗ്രേസ് വാലിയിൽ രാവിലെ സുബഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് നേന്ത്രപ്പഴവും ഉണ്ടാവും, ഈത്തപ്പഴവും ഉണ്ടാവും. എന്താ നമുക്കങ്ങനെ ശീലിച്ചാൽ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഗുണങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ മക്കത്ത് പോയിട്ട് വാങ്ങിട്ട് വരും ഈത്തപ്പഴം, അല്ലെ മദീനത്ത് പോയിട്ട്. അത്രയും ഗുണമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ വാങ്ങുമോ നോക്കാം. അല്ലാണ്ട് വാങ്ങിക്കോളൂ. എന്നാ കുറച്ച് പറയുന്നു. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ പ്രഭാത ഭക്ഷണം, ഒരു മനുഷ്യന്റെ രാവിലത്തെ ഭക്ഷണം, ആദ്യത്തെ ഭക്ഷണം ഏത്തപ്പഴം, നേന്ത്രപ്പഴം, അങ്ങനെ പറയൂലേ? വേറെന്താ പേരുണ്ട് ഇവിടെ? അല്ല, പേരുണ്ട് പറഞ്ഞോളി. ഇല്ല, ഏത്തപ്പഴം, നീളമുള്ള പഴം. റോബസ്റ്റ് അല്ല ഉദ്ദേശിച്ചത്, നേന്ത്രപ്പഴം. അതും ഈത്തപ്പഴവും ഒരു ഗ്ലാസ് മഞ്ഞൾ ചേർത്ത പശുവിൻ പാലുമായാൽ പിറ്റേന്ന് രാവിലെ ആ സമയം വരെ അയാൾ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഭക്ഷണം കഴിക്കാത്തോടുള്ള സൂക്കേട് വരൂല. ആരാ പറയണത്? വെളിയങ്കോട് ഉമർ ഖാദി. വെളിയങ്കോട് ഉമർ ഖാദി ഇത് പറയാൻ ആരാന്ന് ഇനി നിങ്ങൾ ചോദിക്കൂല? ചോദിക്കോ? മൂപ്പർ സ്വാതന്ത്ര്യ സമരം പറയേണ്ട ആളല്ലേ? നിങ്ങൾ പറയൂ. ഇനി ശരീരശാസ്ത്രം ഇത്രമേൽ അറിയുന്ന ഒരു മലബാരി പണ്ഡിതൻ കഴിഞ്ഞു പോയിട്ടുണ്ടോ? അപ്പോ അപാരമായ ബുദ്ധിശക്തി. ഞാൻ ഇബ്നു സീനയുടെ കാര്യം പറഞ്ഞു. ഇത്രമേൽ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വൈജ്ഞാനികമായ അപാരമായ ആഴവും പരപ്പും എങ്ങനെയാണ് ഇബ്നു സീനാക്ക് ചെറുപ്രായത്തിലേ ഉണ്ടായത് എന്നന്വേഷിച്ചപ്പോൾ പലപ്പോഴും ആ മഹാനുഭാവൻ രാവിലെ കഴിക്കുന്ന പഴഭക്ഷണം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്ഷണം. ഒരു കാരണം അതാണ്. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്ഷണം പ്രഭാതത്തിൽ കഴിക്കുന്ന പഴങ്ങളാണ്. ഞാന് എന്ന് പറയാൻ പറ്റില്ല. എന്റെ ഭാര്യ ഒരു ഹിഫ്ള് കോളേജ് നടത്തുന്നുണ്ട്, ഖുർആൻ കോളേജ്. രാവിലെ തന്നെ കുട്ടിക്ക് അവർ ഈത്തപ്പഴം കൊടുക്കും. എന്തുകൊണ്ട്? വേഗം പഠിച്ച് സലാമത്താവണം. അപ്പൊ ദർസ് നടന്ന മുദരിസുമാര് ഗൾഫുകാരെ കുറച്ച് ചങ്ങാത്തം കൂടിയിട്ട് എന്താ കൊണ്ടുവരുന്ന ഉസ്താദിന് ഈ ഒരു 10 കിലോ ഈത്തപ്പഴം കൊടുത്തയച്ചാൽ മതി. പറ്റും. സുഫത്തിന്റെ അഹലുകാർക്ക് ഈത്തപ്പഴം കൊലയായി കെട്ടിത്തൂക്കും. ഇത് നിങ്ങൾക്ക് അറിയാം. ഞാനിതൊന്നും പറയാൻ പാടില്ല, അത് കേടാണ്. നിങ്ങൾക്ക് അറിയുന്നതിനെ ഞാൻ പറയാന്ന് പറഞ്ഞാൽ മോശമാണ്. ഇങ്ങനെ കെട്ടിത്തൂക്കും. എന്നിട്ട് വിശക്കുന്ന സമയത്ത് ഇങ്ങനെ കൊള്ളി കൊണ്ട് അതിനൊരു കൊള്ളിയും പൊക്കുവാണ്. കൊള്ളി എന്നല്ല പറയാ, അല്ലേ? നമ്മൾ മദീനത്തെ അസ്ഹാബ് സുഫയുടെ ചരിത്രം അറിയില്ലേ? ഇൽമു പഠിക്കൽ മാത്രം ശുഅലായി ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ. അതിലൊരു വലിയ മഹാനാണ് അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. രോഗമില്ലാത്ത സമയത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയലാണോ അല്ലാഹുവിന് ഇഷ്ടം? രോഗം വന്ന് കിടക്കുമ്പോൾ ക്ഷമിക്കലാണോ അല്ലാഹുവിന് ഇഷ്ടമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച സുഫത്തിന്റെ അഹ്ലുകാരനായ സ്വഹാബി വര്യനാണ് ആര്? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു. ക്ഷമിക്കലാണോ നല്ലത്? രോഗമില്ലാത്ത ശരീരം നോക്കി അൽഹംദുലില്ലാഹ് പറയലാണോ നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബൂ ദർദായേ, അല്ലാഹുവിന് ആരോഗ്യമാണ് ഇഷ്ടം എന്ന് വെച്ചാൽ രോഗമില്ലാത്ത ശരീരം നോക്കിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയലാണ് അല്ലാഹുവിന് താല്പര്യം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു അങ്ങനെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ സദസ്സിൽ ആർക്കെങ്കിലും വല്ല രോഗങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്തുണ്ട്, ആയാത്തു ശിഫാഇന്റെ ബർക്കത്തുണ്ട്, അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്തുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഉലമാക്കളുടെ ബർക്കത്തുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിലോ ഇവരുടെ കുടുംബത്തിലോ ഈ നാട്ടിലോ ഉള്ള സർവ്വ രോഗികൾക്കും
ശിഫയും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ് ബിനൂരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രഭാതത്തിൽ പഴഭക്ഷണം, പക്ഷെ പഴഭക്ഷണം കഴിക്കാൻ ഏറ്റവും നല്ല സമയമുണ്ട്. അതുകൂടി പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ആ സമയത്ത് എഴുന്നേൽക്കുന്നവരായതുകൊണ്ട് നാട്ടുകാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. പ്രഭാതത്തിൽ പഴങ്ങൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു സമയമുണ്ട്. സുബ്ഹ് ബാങ്കിന്റെ മുമ്പുള്ള സമയമാണ്. മുക്കിരിക്ക രക്ഷപ്പെട്ടു, രക്ഷപ്പെട്ടു, മുഅദ്ദിൻ രക്ഷപ്പെട്ടു. ഓർക്കെന്തായാലും ബാങ്കിനും മണിക്കണ്ടേ. അത്തിപ്പറ്റ ഉസ്താദ് സുബ്ഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഇത് തിന്ന ഈത്തപ്പഴവും നേന്ത്രപ്പഴവും തിന്ന് ചായയും കുടിച്ചിട്ടേ നിസ്കാരത്തിലേക്ക് പോവാറുള്ളൂ. ആ മഹാനുഭാവൻ ഇപ്പോഴും ഹയാത്തിലുണ്ട്. ഇതുപോലെ ആവണം നമ്മളും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതുപോലെ ആവണം. നിങ്ങൾ ഇങ്ങനെ കൂടി ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദ രോഗങ്ങളൊന്നും വല്ലാണ്ട് പിടികൂടില്ല. ഇത് രാത്രി പള്ളിയിൽ നിന്ന് ഇശാ കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു, എല്ലാവരും പോകുന്നവരെ പുറത്തുനിന്ന് വർത്താനൊക്കെ പറഞ്ഞു അല്ലേ, ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 9 മണിയൊക്കെ കഴിഞ്ഞ് 10 മണിയൊക്കെ കഴിഞ്ഞാണ് രാത്രി ഭക്ഷണം സ്ഥിരമായി കഴിക്കുന്നതെങ്കിൽ ഒരുപാട് രോഗങ്ങൾ തീർച്ചയായും വരും. പിന്നെ വരാതിരിക്കണം വല്ല കറാമത്ത് എന്തെങ്കിലും നമുക്ക് വേണം. അപ്പൊ വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 കാര്യങ്ങൾ അറിയാതെ ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഒന്നതിന്റെ ഫിഖ്ഹും മറ്റൊന്നതിന്റെ തിബ്ബുമാണ്. ഇത് നമ്മളല്ലാതെ ആര് പറയാൻ, നമ്മളല്ലാതെ ആര് പല സ്വീകരിക്കാൻ. 2 കാര്യങ്ങളെ പരിഗണിച്ചിട്ടേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒന്നതിന്റെ ഫിഖ്ഹാണ്. സയ്യിദ് കുടുംബത്തിന് ഇത് പറ്റുന്നതാണോ, സക്കാത്താണോ, സദഖയാണോ, ഹദിയയാണോ, ബൈത്തുൽമാലിലേക്ക് വന്നതാണ്, ഏത് ഇനം മുതലാണ് എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ദാനമായി കൊണ്ടുവന്ന ഭക്ഷണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാറുള്ളൂ. രണ്ടാമത്തത്, ഈ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണോ അല്ലാത്തതാണോ. ഞങ്ങളെ നാട്ടിൽ പറയാറുണ്ട്, ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അതിന്റെ നടുക്കഷ്ണം തിന്നണമെന്ന്. മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. ചേരാന്ന് പറഞ്ഞൊരു അല്ലേ, അതിനെ തിന്നുന്ന നാട്ടിൽ പോയാല് അതിനെ നടുക്കഷ്ണം തിന്നണോ. അവ വാലും തലയും തപ്പി നടക്കരുതെന്ന് അതിന്റെ അർത്ഥം. പറ്റൂല, നമുക്ക് പറ്റൂല, നമുക്ക് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിഥിയായ ഒരു വീട്ടിലെത്തിയപ്പോൾ ചൂട് കാരണം ആവി പറക്കുന്ന ഭക്ഷണം കൊടുത്ത് ഭക്ഷണത്തളികക്ക് മുന്നിൽ ഒരുപാട് നേരം ആ ഭക്ഷണം തടിഞ്ഞ് അതിലെ ആവി പറക്കുന്നത് നിൽക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഭക്ഷണം കഴിച്ചില്ല. ഇത് നബിചരിതമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീട്ടുകാരി പെണ്ണുങ്ങൾ ചോദിച്ചല്ലേ, എന്താ റസൂലുള്ളാഹ് ഞാൻ തന്ന ഭക്ഷണം കഴിക്കാത്തത്? എന്താ പറഞ്ഞ മറുപടി? ഈ ഭക്ഷണത്തിൽ ബർക്കത്തില്ല. അന്തേ ബർക്കത്തില്ലാത്തത്? ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്. ചൂട് കാരണം ആവി പറക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ക്യാൻസർ രോഗത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ കണ്ടെത്തി, സ്ഥിരമായി ചുട്ടുപൊള്ളുന്ന ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും ലങ്സ് ക്യാൻസർ വരാൻ സാധ്യത കൂടുതലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിന്നെ ഹദ്ദാദും മജ്ലിസിൽ ഉറക്കം ഉള്ളതുകൊണ്ട് നമ്മൾ സലാമത്തായി പോകുന്നതാണ്. നാട്ടുകാർക്ക് സലാമത്താൻ കഴിയില്ലല്ലോ. ചില ഉസ്താദ്മാർക്കൊന്നും ഞാൻ ഭയങ്കര പൊള്ളുന്ന വെള്ളമാണല്ലോ കുടിക്കല്. നിങ്ങൾക്ക് വരാത്തത് നിങ്ങൾ ഹദ്ദാദിന്റെ ആളായിരിക്കും.